ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ പ്രസവ രക്ഷാ സെൻറ്ററിൽ ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് രാവിലെ 6 മണിയാകുമ്പോഴേക്കും തുടങ്ങും കേട്ടോ. അപ്പോൾ രാവിലെ 6 മണിയാകുമ്പോഴേക്കും അവർ കോളിംബിലടിക്കും. നമ്മുടെ കഷായവും മരുന്ന് ചോറൊക്കെ അപ്പോഴേക്കും എത്തും കേട്ടോ. ദിവസങ്ങൾ മാറുന്തോറും ഈ മരുന്നുകൾക്കും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. ലാസ്റ്റ് ആകുമ്പോഴേക്കും കഷായമൊക്കെ ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ 6 മണിക്കത്തെ ആ ഒരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത കോളിംബിൽ വരുന്നത് 7 മണിക്കാണ്. അപ്പോൾ പാലും മുട്ടയുണ്ട് വരും. ഓരോ ദിവസം ഇടവിട്ട് മുട്ടയും പഴം പുഴുങ്ങിയതും മാറിക്കൊണ്ടേയിരിക്കും. അത് കഴിഞ്ഞൊരു 7:15 ആകുമ്പോഴേക്കും നമ്മുടെ വാവയെ കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോട്ടോ. പൊക്കിൾ കൂടി കൊഴിഞ്ഞതിന് ശേഷമാണ് വാവയെ കുളിപ്പിക്കാൻ കൊണ്ടുവന്നത്. അതുവരെ അവർ നമുക്ക് തുടച്ച് തരാം കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ വാവയെ കുളിപ്പിക്കുന്നതും എൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ നടക്കുന്നതും നമ്മൾ താമസിക്കുന്ന വീട്ടിലല്ല, അതിൻ്റെ കോമ്പൗണ്ടിൽ തന്നെ അവർക്ക് അതിനുള്ള ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ഒരു കുറച്ച് കഴിയുമ്പോഴേക്കും വാവയെ കുളിപ്പിച്ച് തിരിച്ചു കൊണ്ടുവന്ന് തരും. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനതിലും വാവയ്ക്ക് പാലൊക്കെ കൊടുത്ത് അമ്മ വാവയെ ഉറക്കുന്ന സമയത്താണ് കേട്ടോ ഞാൻ കുളിക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ വാവ ഉറങ്ങിക്കഴിയുന്ന ഗ്യാപ്പിലാണ് വാവയുടെ കുഞ്ഞുടുപ്പുകളൊക്കെ അമ്മ കഴുകുന്നത്. ഇവിടെ എൻ്റെയും കുഞ്ഞിൻ്റെയും ഒക്കെ ഡ്രസ്സ് ഇവരാണ് കേട്ടോ ശരിക്കും വാഷ് ചെയ്യുന്നത്. പക്ഷേങ്കിൽ നമ്മൾ എൻ്റെ ഡ്രസ്സ് മാത്രമേ അവർക്ക് വാഷ് ചെയ്യാൻ വേണ്ടി കൊടുക്കാറുള്ളൂ. കുഞ്ഞിൻ്റെ ഡ്രസ്സൊക്കെ തന്നെ അമ്മയാണ് വാഷ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഡ്രസ്സ് എന്തെങ്കിലും വാഷ് ചെയ്യാനുണ്ടെങ്കിൽ അവിടെ നമ്മൾ ബക്കറ്റിലാക്കിയിട്ട് സിറ്റൗട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അവർ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകും കേട്ടോ. വൈകുന്നേരം അത് കഴുകി ഉണക്കി നമുക്ക് തിരിച്ച് സിറ്റൗട്ടിൽ കൊണ്ട് വെച്ച് തന്നെ ചെയ്യും. അങ്ങനെ ഒരു 8-8:15 ഞാൻ ഏതായാലും എൻ്റെ ട്രീറ്റ്മെൻറ്റ് വേണ്ടി പോകാൻ കേട്ടോ. ഒരേ സമയം ഒരു 3-4 പേർക്കാണ് ഇവിടെ ട്രീറ്റ്മെൻറ്റ് നടക്കുക. നമ്മൾ ചെല്ലുന്ന സമയത്ത് ഇവിടെ ഫുള്ളാണെങ്കിൽ നമ്മളോട് തിരിച്ച് വീട്ടിൽ പോകാൻ പറയും കേട്ടോ. ലാസ്റ്റ് അവിടെ ഒഴിവാണ് സമയത്ത് നമ്മളെ വിളിക്കുകയും ചെയ്യും. അങ്ങനെ ഞാൻ അതിൽ ചെന്നപ്പോൾ എനിക്ക് സീറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ആദ്യം തന്നെ തലയിൽ നന്നായിട്ട് എണ്ണയൊക്കെ തേച്ച് നന്നായിട്ട് ഹെഡ് മസാജ് ചെയ്യും. പിന്നെ അതിനുശേഷം ഫേസ് മസാജും ചെയ്യും കേട്ടോ. അപ്പോൾ ചെന്ന ആദ്യ ദിവസങ്ങളിൽ എനിക്ക് തലയിൽ എണ്ണ തേക്കുന്നതിന് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളെന്ന നിലയിൽ അതെനിക്ക് ആകെ ഒരു ഇറിറ്റേഷനുള്ള കാര്യമായിരുന്നു കേട്ടോ. പിന്നെ ഏതായാലും ആ ഒരു എണ്ണ തേപ്പുള്ള കുളി എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ട് തുടങ്ങിയ ഒരു കാര്യമാണ്. ഞങ്ങൾ 40 ദിവസത്തെ പാക്കേജാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ധാരയായിരുന്നു, പിന്നെ എണ്ണ തേപ്പും മഞ്ഞളെണ്ണ തേപ്പും പിന്നെ പലതരത്തിലുള്ള കിഴികളും ഒക്കെ ആയിട്ടാണ് കുളി മുന്നോട്ട് പോകുന്നത്. ഈ 40 ദിവസത്തെ പാക്കേജിൽ ഒരു എക്സ്ട്രാ കാര്യം എന്ന് പറയുന്നത് ലാസ്റ്റ് ദിവസങ്ങളിൽ നമുക്ക് മട്ടൻ്റെ ഒരു സൂപ്പ് കിട്ടും കേട്ടോ. പിന്നെ ഞവരക്കിഴി കുറച്ചധികം കിട്ടും. ബാക്കി എല്ലാം 30 ദിവസത്തെ ട്രീറ്റ്മെൻറ്റിലും ഇതേ സെയിം കാര്യങ്ങൾ തന്നെയാണ് നടക്കുന്നത്. ഇത്ര ദിവസം അവർക്ക് കിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ കേട്ടോ ഒരു വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ മട്ടൻ്റെ സൂപ്പാണ് ഈ 40 ദിവസത്തിൽ എക്സ്ട്രാ ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഒരു ഹെഡിനൊരു പാക്കും കൂടെ ചെയ്യുന്നുണ്ട്. അതും ഈ 40 ദിവസത്തിലുള്ള ഒരു പ്രത്യേകതയാണ് കേട്ടോ. ഫേസ് മസാജൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അത് നമ്മൾ കുളിക്കാൻ പോകണ്ടോ. അപ്പോൾ എണ്ണയൊക്കെ തേച്ചിട്ടുള്ള ഒരു അരമണിക്കൂർ എന്നുള്ള സമയത്തൊക്കെ സത്യം പറഞ്ഞാൽ അവിടെ നന്നായിട്ട് കിടന്ന് ഉറങ്ങും കേട്ടോ. രാത്രിയിലൊക്കെ നമ്മൾ ഉറക്കളിച്ചിരിക്കുന്നതിന് തന്നെ എണ്ണയൊക്കെ തേച്ചിട്ടുള്ള ഒരു കിടപ്പ് എന്ന് പറയുമ്പോൾ നന്നായിട്ട് ഉറക്കം കിട്ടുന്നൊരു സമയമാണ്. ഈ എണ്ണതേപ്പിനൊക്കെ ഇത്ര സുഖമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ദിവസങ്ങളായിരുന്നു കേട്ടത്. അത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ അവർ കുളിക്കാൻ വിളിക്കുക, അവരാണ് നമ്മൾ കുളിപ്പിച്ചൊക്കെ തരുന്നത്. അപ്പോൾ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. സത്യം പറഞ്ഞാൽ ഇവിടുന്ന് പോകുന്നതിന് ശേഷം ഞാൻ എണ്ണതേപ്പും കുളിയൊക്കെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് പലരും അവിടുത്തെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നതിൽ ഈസി ആയിരിക്കും അവർ നമ്മളവിടെ ബുക്ക് ചെയ്യാൻ ചെന്നപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഒരു ബുക്ക്ലെറ്റാണ്. അപ്പോൾ അതിൽ അവിടുത്തെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ കിഴിയൊക്കെ ചെയ്യാൻ വേണ്ടി വരുന്ന സ്ഥലം കേട്ടോ. അപ്പോൾ ഈ ഒരു കട്ടിലും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇതാണ്. പലരും പല വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ. അങ്ങനെ എണ്ണതേപ്പും കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ വന്നു കേട്ടോ. അപ്പോൾ കുളിച്ച് വരുമ്പോൾ നമുക്ക് ആദ്യം തന്നെ കാവാന്ന് പറഞ്ഞിട്ടൊരു ചായ കുടിക്കാൻ തരും കേട്ടോ. അങ്ങനെ അതിന് ശേഷമാണ് പിന്നെ 1-2 പരിപാടികൾ. ഇതിനൊക്കെ നല്ലൊരു പേരുകളൊക്കെ പറയും. ആ പേര് എന്താണെന്നുള്ളത് സത്യം എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഇതിങ്ങനെ മൂക്കിലൂടെ ഇങ്ങനെ ആവി പിടിപ്പിക്കുന്നതാണ്. നല്ല എരിവൊക്കെ ഉള്ളൊരു തരം പുകയുണ്ടോ. നമുക്ക് നീരിറക്കവും കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഏതായാലും തലയിൽ ഇങ്ങനെ ആവി പിടിക്കുന്നത് പുകയ്ക്കുന്ന ഒരു പരിപാടി കേട്ടോ. കുന്തിരിക്കൊക്കെ ഇട്ടിട്ട് നല്ല മണമാണ് ആ സമയത്ത്. ഈ ഒരു പരിപാടി ഞാൻ പലപ്പോഴും ഈ TV-യിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും എനിക്ക് ചെയ്യുന്നത് ആദ്യമായിട്ടുണ്ടോ. അതുകൊണ്ട് തന്നെ അത് ഭയങ്കര രസമായിട്ടാട്ടോ എനിക്ക് തോന്നാറ്. പിന്നെ അതിന് ശേഷം നമ്മുടെ തലയിൽ രാസനാദിപ്പൊടി ഇട്ട് തരും. അത് കഴിഞ്ഞ് നമ്മൾ റൂമിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ വയറ് കോട്ടൺ തുണി കൊണ്ട് കെട്ടിത്തരും കേട്ടോ. അപ്പോൾ നല്ല മുറുക്കി നമുക്ക് വയറ് കെട്ടിത്തരും. ചില സമയത്തൊക്കെ ടൈറ്റ് കൂടുതലാണെങ്കിൽ നമ്മൾ ഇവരെ വിളിപ്പിച്ചിട്ട് ഒന്ന് അയച്ച് കെട്ടിക്കോട്ടോ. ഇനിയിപ്പോൾ ലൂസായി പോവുകയാണെങ്കിൽ ഇവരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് ടൈറ്റാക്കി കെട്ടിത്തരും കേട്ടോ. അങ്ങനെ വയറുകെട്ടിലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇനി നേരെ റൂമിലേക്ക് തിരിച്ചു പോകാം കേട്ടോ. അപ്പോൾ നമ്മൾ കുളിക്കുന്ന സമയത്ത് നമ്മുടെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവരെ ചേച്ചി വന്നിട്ട് നമ്മുടെ റൂമിൽ നിന്ന് എടുത്തുള്ള ഡ്രസ്സിൻ്റെ കൂടെ തന്നെ എടുത്ത് കഴുകി വൈകുന്നേരം ആകുമ്പോഴേക്കും തിരിച്ചു കൊണ്ടുവന്ന് തരും കേട്ടോ. അങ്ങനെ ഞാൻ തിരിച്ച് റൂമിലേക്ക് പോവാണ്. ഈ സമയമാകുമ്പോഴേക്കും വാവ ഉണർന്നിട്ടുണ്ടാവും എന്നുള്ളൊരു ചെറിയ ടെൻഷനിലായിട്ട് പോകുന്നത്. ഇങ്ങനെ എണ്ണതേപ്പും കുളിയൊക്കെ കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ചെന്നങ്ങോട്ട് കിടന്നുറങ്ങാനാണ് തോന്നുന്നത്. പക്ഷേങ്കിൽ നമുക്കതിനെ പറ്റാറില്ല കേട്ടോ. കാരണം ഞാൻ ഈ ചെല്ലുന്ന സമയത്തിനുള്ളിൽ തന്നെ വാവ എന്തായാലും ഉണർന്നിട്ടുണ്ടാവും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ 9 മണിയാകുമ്പോഴേക്കും എടുത്തിട്ടുണ്ടാവും കേട്ടോ. പിന്നെ അതൊക്കെ കഴിക്കണമല്ലോ. എൻ്റെ ഊഹം വളരെ കറക്റ്റായിരുന്നു. ഞാനങ്ങനെ ചെന്നപ്പോഴേക്കും വാവതി അച്ഛൻ്റെ അമ്മയുടെ കയ്യിലിരിക്കുന്നുണ്ട്. കരച്ചിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോഴേക്കും സമയം ഒരു 9:45 10 മണിയൊക്കെ ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കുഞ്ഞിന് പാൽ കൊടുക്കാമെന്നാണ് കേട്ടോ പറഞ്ഞത്. കാരണം എൻ്റെ വയറ് കാഞ്ഞിട്ട് കുഞ്ഞിന് പാൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കുഞ്ഞിൻ്റെ വയറിന് ശരിയില്ലെന്ന് പറഞ്ഞു വരുന്നുണ്ട്. അതുകൊണ്ട് ഏതായാലും ഞാൻ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ട്. അപ്പോൾ ആ സമയത്ത് അനിയത്തി കുഞ്ഞിനെ പിടിച്ചിങ്ങനെ കരച്ചിലൊക്കെ മാറ്റാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കുഞ്ഞിന് പാലൊക്കെ കൊടുത്തു.
കുഞ്ഞിന് പാൽ കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. ബർപ്പ് ചെയ്യിക്കുന്നതൊക്കെ അമ്മയാണ് കേട്ടോ. അമ്മ സ്കൂളിൽ പോകുന്ന ദിവസങ്ങളിലാണ് സത്യം പറഞ്ഞാൽ ഞാൻ ബർപ്പ് ചെയ്യാനൊക്കെ പഠിച്ചത്. പിന്നെ ഇതിനിടയിൽ കൂടെ നമുക്ക് പലതരം ലേഹ്യങ്ങളൊക്കെ കഴിക്കാനുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ലേഹ്യം കഴിക്കാനുണ്ടായി. ഒരു 11 മണിയൊക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് അടുത്ത കോളിംഗ് ബെല്ലാണ്, അടുത്ത കഞ്ഞി വരുന്ന നേരമാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് പലതരത്തിലുള്ള കഞ്ഞികളാണ് പല ദിവസം ഉണ്ടാവുക. ചിലപ്പോൾ ഉലുവക്കഞ്ഞി ആയിരിക്കും, ചെറുപയർ കഞ്ഞി ആയിരിക്കും, അല്ലെങ്കിൽ ചില മരുന്നുകൾ ഇട്ടിട്ടുള്ള കഞ്ഞി ആയിരിക്കും. ചിലപ്പോൾ ദിവസങ്ങളിൽ ഉള്ളിച്ചോറ് ഉണ്ടാവലുണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് നോർമൽ കഞ്ഞിയാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ചില ദിവസങ്ങളിൽ ഞവരക്കഞ്ഞി ഉണ്ടാവാറുണ്ട്. കഞ്ഞി കൊണ്ടുവച്ചപാടെ ഞാൻ കുടിക്കാറില്ല, കാരണം നല്ല ചൂടൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഓരോ ഭക്ഷണത്തിന് ഇടയ്ക്ക് കിട്ടുന്ന ചെറിയ ഗ്യാപ്പുകളിലാണ് എനിക്ക് കിടക്കാനൊക്കെ സമയം കിട്ടുന്നത്. ആ സമയത്തൊന്നും കിടന്നിട്ടുണ്ടെങ്കിൽ സത്യം വലിയൊരു ഉറക്കത്തിനൊന്നും നേരം കിട്ടില്ല. കുറച്ച് നേരം കിടന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഡോക്ടർ ചെക്കപ്പുള്ള ദിവസങ്ങളിലാണെങ്കിൽ ഈ സമയത്ത് നമ്മൾ ഡോക്ടർ വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു 1-2 ദിവസം ഇടവിട്ടിട്ട് നമ്മൾ ഡോക്ടർ വന്ന് നോക്കി നമ്മുടെയും ബേബിയുടെയും കാര്യങ്ങളൊക്കെ തന്നെ ചോദിച്ചറിയുകയും എന്തെങ്കിലും കാര്യങ്ങളാണ് നമുക്ക് മെഡിസിൻ തരുകയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ 1-2 ആഴ്ച കൂടുമ്പം ഇതിൻ്റെ ഓണറായിട്ടുള്ള മാഡം വല്ലപ്പോഴും വന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്, നമുക്ക് സൗകര്യങ്ങളൊക്കെ പറ്റുമെന്നുള്ളത് ചോദിക്കാറ്. പിന്നെ മൊത്തത്തിൽ ഡ്യൂട്ടിയുള്ള വേറൊരു മാഡം വന്നിട്ട് ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിച്ചിട്ട് പോകാറുണ്ട് കേട്ടോ. അങ്ങനെ ഒരു 11-12 ആകുമ്പോഴേക്കും ക്ലീനിങ്ങിലുള്ള ചേച്ചി വരും കേട്ടോ. ഇവിടെ എല്ലാ വീടുകളും തന്നെ അവർ വന്നിട്ട് നന്നായിട്ട് അടിച്ച് വാരി തുടച്ച് വൃത്തിയാക്കിയിട്ട് തരും കേട്ടോ. സിങ്കും കിച്ചണും എല്ലാം നല്ല വൃത്തിയാക്കിയിട്ട് തരും. അപ്പോൾ ആ സമയത്താണ് എൻ്റെ ഒരു കഞ്ഞികുടി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോഴേക്കും സത്യം പറഞ്ഞാൽ 12:15 ആയിട്ടുണ്ടാവും. പിന്നെ 1:15-1:30 ആകുമ്പോഴേക്കും അടുത്ത കോളിംഗ് ബെല്ല് വന്നു കഴിഞ്ഞ് നമ്മുടെ ഉച്ചക്കത്തെ ഫുഡിനുള്ള അപ്പം പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഫുഡ് എടുത്ത് കൊണ്ടുവന്ന് വെച്ച് തരും. ഇനി ഈ ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഞാൻ സത്യം കുറച്ചുകൂടെ നേരം വൈകും, കാരണം ഞാൻ കഞ്ഞി കുടിച്ചിട്ട് സത്യം എനിക്ക് വിശപ്പുണ്ടാവില്ല. ഞാൻ ഇനി എപ്പോൾ കഴിക്കാനിരിക്കുന്നു അപ്പോഴത്തേക്കും വാവ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ടാവും. പിന്നെ ഇത് നമുക്ക് നോമ്പിന് സീസൺ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഓപ്പോസിറ്റ് വീട്ടിലുണ്ടായിരുന്ന വീട്ടുകാർ ഉണ്ടാക്കി തന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരം നമ്മുടെ സെൻറ്ററിലുള്ള പാർക്കിലുള്ള ഊഞ്ഞാലൊന്ന് ആടാൻ പോയതാണ്. അപ്പോൾ അവിടുത്തെ കുട്ടിയൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് നേരമൊക്കെ ഒന്ന് ആടിയിട്ട് ഊഞ്ഞാൽ. അപ്പോഴേക്കും വാവ കരച്ചിൽ തുടങ്ങിയിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു. തുടക്ക ദിവസങ്ങളിലൊന്നും തന്നെ ഇങ്ങോട്ടൊന്നും ഇറങ്ങാനോ കാര്യങ്ങളോ നമുക്ക് പറ്റിയിട്ടില്ല. അങ്ങനെ സെൻറ്ററിൽ ട്രീറ്റ്മെൻറ്റൊക്കെ ഏകദേശം തീരാറായപ്പോഴാണ് ഇങ്ങനെ ഒന്ന് പോയിരിക്കാനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. പിന്നെ വൈകുന്നേരം 4 മണിയാകുമ്പോഴത്തേക്കും ചായക്കുള്ള സമയമാണ്. ചായക്ക് ആവിയിൽ വേവിച്ച എന്തെങ്കിലും ഐറ്റംസോ അല്ലെങ്കിൽ ചെറുപയർ പുഴുങ്ങിയത്, വൻപയർ, കടല പോലുള്ള ഐറ്റംസൊക്കെ ആയിട്ട് തരാറ്. ചായയൊക്കെ കുടിച്ച് കഴിയുമ്പോഴേക്കും ഏതായാലും നമ്മുടെ രാവിലെ കഴുകാൻ കൊണ്ടുപോയി തുണി കഴുകി ഉണക്കി സിറ്റോട്ട് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഓപ്പോസിറ്റ് വീട്ടിലെ കുട്ടി എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഞാവൽപ്പഴം പിന്നെ ഉപ്പിലിട്ട ചാമ്പയ്ക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ കാലത്തിന് ശേഷം ഉപ്പിലിട്ട ഐറ്റംസൊക്കെ കഴിക്കുന്നു. അങ്ങനെ അതിന്ന് കുറച്ചെടുത്ത് കഴിച്ചു കേട്ടോ. ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിൽ ബോറടിക്കാതിരിക്കാനായിട്ട് നമുക്കുണ്ടായിരുന്ന ഏതൊരു ആശ്വാസം എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് വീട്ടിലെ ഷൈമോൾ എന്ന് പറഞ്ഞ കുട്ടിയാണ് കേട്ടോ. പിന്നെ 6 മണിയാകുമ്പോഴേക്കും എനിക്കൊരു കഷായമുണ്ട്. അതിനുശേഷം പിന്നെ 7 മണിക്കാണ് അടുത്ത ജ്യൂസ് വരുന്നത്. ഒന്നെങ്കിൽ ഫ്രൂട്ട്സിൻ്റെ ജ്യൂസ് ആയിരിക്കും, അല്ലെങ്കിൽ വെജിറ്റബിൾസിൻ്റെ ജ്യൂസ് ആയിരിക്കും കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കിട്ടുന്ന ഗ്യാപ്പിലൊക്കെ ഞാൻ ഇടയ്ക്കൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. അവയുടെ കരച്ചിലും ബഹളമൊക്കെ ഇതിനിടയിൽ കൂടെ ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ പറ്റുന്ന പോലെയൊക്കെ ഞാനൊരു വീഡിയോ ഇത്രയെങ്കിലും എടുത്ത് ഒപ്പിച്ചോട്ട് ഒരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് രാത്രി 8:30 ആകുമ്പോഴേക്കും നമുക്ക് രാത്രിയിലത്തെ ഭക്ഷണത്തിനുള്ള കോളിംഗ് ബെല്ല് വരും. അങ്ങനെ പാത്രം കൊണ്ടുവെക്കുമ്പോൾ അവരതിൽ ഫുഡ് കൊണ്ടുവച്ച് തരും കേട്ടോ. വാവയുടെ ശേഷം എല്ലാവരും കൂടി ഒന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് നടക്കാറില്ല. അപ്പോൾ ആരെങ്കിലുമൊക്കെ ആദ്യം കഴിക്കും, അതിന് ശേഷം ഞാനിരുന്ന് കഴിക്കട്ടോ. വാവയുടെ അടുത്ത് ആളുണ്ടാവണമല്ലോ. ഇന്ന് രാത്രി ഏതെങ്കിലും കുറേ കാലത്തിന് ശേഷം നല്ലൊരു മഴ തന്നെ കിട്ടിയിട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന ദിവസം ഡേ ഇൻ മൈ ലൈഫ് രാത്രി ഇപ്പോൾ ഒരു 10:30-11 കൂടി നിർത്തിയിട്ടോ. കാരണം അതിനുശേഷം ഞങ്ങൾ ഉറങ്ങാൻ പോകുക എന്നുള്ളതല്ല അർത്ഥം. വാവയുള്ളതുകൊണ്ട് തന്നെ രാത്രി ഉറക്കം ഒട്ടും തന്നെ ഇല്ല. ആ സമയത്തൊന്നും ഞാൻ വീഡിയോ എടുക്കാനുള്ള ഒരു ഇത് കാണിക്കാറില്ല കേട്ടോ. കാരണം നമ്മൾ പ്രത്യേക ഒരു മാനസികാവസ്ഥയിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. എപ്പോഴേലും ഒന്ന് ഉറങ്ങാൻ അവസരം കിട്ടിയാൽ കിട്ടിയെന്ന് മാത്രമേ പറയാൻ പറ്റൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ കുറേ ദിവസം മുന്നത്തെ കാര്യങ്ങളാണെന്ന് എന്നെ സ്ഥിരം കാണുന്നവർക്ക് അറിയായിരിക്കും. എൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കൊണ്ടാണ് സത്യം എനിക്ക് ലോങ് വീഡിയോസ് ഒന്നും എഡിറ്റ് ചെയ്യാൻ പറ്റാത്തത്. എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് സത്യം എനിക്ക് ഡെയിലി വീഡിയോസ് ഇടാൻ പറ്റാറില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോസ് ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.